ഹായ് മക്കളുമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹാപ്പി ഫ്രൈഡേ. രാവിലെ നടക്കാൻ പോയപ്പോൾ മഴയില്ലായിരുന്നു. രാത്രിയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ മഴയാണോ? നടന്നിട്ട് വന്നതിന് ശേഷം മഴയാണ്. പിന്നെ പുറത്തൊന്നും ഇറങ്ങാൻ വയ്യാത്ത കാരണം ഞാനിങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരുന്നു. പിന്നെ കാപ്പി ഉണ്ടാക്കുന്ന സമയമായപ്പോഴത്തേനെ എണീറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ പോയി. ഉരുളക്കിഴങ്ങൊക്കെ ആക്കിയതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുക. എനിക്ക് അതെങ്കിലും നടക്കണ്ടെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഞാൻ വെച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. വാ, ഉരുളക്കിഴങ്ങ് ഏകദേശം എല്ലാം ആയി വെന്തത് കേട്ടാ. എല്ലാം ഞാനിട്ടതാ. ഇനി 2 പുതിനയുടെ ഇലയും കൂടി ഇടും. രമ്പയാണ് നല്ലത് കേട്ടോ. രമ്പ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ 2 പുതിനയുടെ ഇല. നമുക്ക് പുതിനയുടെ ഇല സ്വല്പം അവിടെ നിൽപ്പുണ്ട്. പുതിനയുടെ നിങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളവർ പറയണേ. പുതിന മഴയത്തത് ഇതായിപ്പോ അല്ലേ? ഞാൻ വെയിലാകുമ്പോൾ അത് നല്ല ഇതായിട്ട് നിൽക്കുന്നതാണ്. മഴയാകുമ്പോഴത്തേന് അതങ്ങ് പെട്ടെന്ന് പന്നലായിപ്പോ. ഞാൻ ഇപ്പം എന്നാ ചെടിച്ചട്ടിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ മഴയാകുമ്പോൾ എന്നാ ചെയ്യുന്നറിയാമോ? ചെടിച്ചട്ടി കുറച്ച് ഇങ്ങോട്ട് സിറ്റ് ഔട്ടിനകത്തോട്ട് നീക്കി വെക്കും. അപ്പോൾ അതിനകത്ത് 3-4 ഇല കാണും. മഴയത്താണ് നിൽക്കുന്നതെങ്കിൽ അത് എല്ലാം പന്നലായിപ്പോ. അത് കറക്റ്റായിട്ടുള്ള മെത്തേഡ് അതാണോ? വെയിലത്ത് അത് മഴയത്ത് കിളിക്കില്ലേ എന്താണോ അറിയാവുന്നവരുണ്ട്, എനിക്കൊന്ന് പറഞ്ഞു തരണേ. അപ്പം ഇതാണ് ഉരുളക്കിഴങ്ങ് കറിയാണ്. ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടാണ്. ഉരുളക്കിഴങ്ങ് പ്രത്യേകം പുഴുങ്ങിയിട്ട് അതിനകത്തോട്ട് തൊലി കളഞ്ഞിട്ട് ഉടച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളി ഇതെല്ലാം കൂടെ ആക്കിയിട്ട്. ഇതൊക്കെ എളുപ്പ വഴിയാണെന്നറിയാമോ? ഡ്യൂട്ടിക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ ഉരുളക്കിഴങ്ങിനെ പ്രത്യേകിച്ച് പിന്നെ അല്ലെങ്കിൽ അരിഞ്ഞ് ചെത്തി എടുത്തോണ്ട് നിൽക്കാനായിട്ട് എനിക്ക് സമയം കാണില്ല. അപ്പം ഞാൻ എന്നറിയാമോ, ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചോറൊക്കെ വെക്കുമ്പോഴേ അരി അടപ്പ് കാണുമല്ലോ, അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കും, കട്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പം അത് പെട്ടെന്നാകും. അപ്പോൾ എനിക്ക് ജോലി എളുപ്പമാകും. ഇതാണ് എൻ്റെ ഉരുളക്കിഴങ്ങ് കറി. അപ്പം ഇനി ഉരുളക്കിഴങ്ങ് കറി പിന്നെ ഇത് ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് പാക്കറ്റ് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതും ഉണ്ടാക്കണം. അപ്പം ഉണ്ടാക്കാതെ കാണിക്കാം. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഒരു പണി ചെയ്യാൻ പോവുകയാണേ. എന്താണെന്ന് കാണിച്ചു തരാം. കുറച്ച് ദിവസമായി അത് ഫ്രിഡ്ജിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കണ്ട, ഇതെന്താണെന്ന് മനസ്സിലായോ? സ്റ്റാർ ഫ്രൂട്ട്. അത് ഫ്രിഡ്ജിലിരുന്നിട്ട് ഞാനങ്ങ് മറന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ച് ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് റൗണ്ടിൽ ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം ഒരു കുപ്പിയിലിട്ട് 4-5 കാന്താരി മുളകുണ്ട്, കാന്താരിയും 2 വെളുത്തുള്ളിയും പൊളിച്ചിട്ട് ഉപ്പും കൂടെ ഇട്ടിരുന്നാലേ നല്ല ഉപ്പൊക്കെ പിടിച്ച് കിടക്കുമ്പോൾ ഇതിൻ്റെ ഏരിയ എല്ലാം കൂടെ പിടിച്ച് കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറൊക്കെ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഇത് അരിഞ്ഞ് ആക്കിയതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ? ഇതേപോണമാണ് അരിയുന്നത്. കണ്ട, സ്റ്റാർ പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? ഇതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞിട്ട് കാണിച്ചു തരാവേ. ഇതേ രീതിയിൽ അരിയണ്ടേ. അപ്പോൾ ഇതിനകത്ത് ഉപ്പൊക്കെ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഏരിയ ഒക്കെ നമുക്ക് ചോറിനകത്ത് ഒരു കഷ്ണം. കൊളസ്ട്രോളിന് ഇതിനൊക്കെ ഇത് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. കൊളസ്ട്രോളിന് നല്ലതെന്നാണ് തോന്നുന്നത്. പുളിഞ്ചിക്കയുടെ വർഗ്ഗത്തിൽപ്പെട്ടതല്ലേ. ഉണ്ടോ? ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണേ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഇച്ചിരി തൂക്കുന്നേ അല്ലാതെ പിന്നെ എണ്ണ തേക്കത്തില്ല. ആവട്ടെ. കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങുമ്പോൾ എന്നാ ചെയ്യുന്നറിയാവോ? ഞാൻ എടുത്ത് തിരിച്ചിടും. ഇതിപ്പം പെട്ടെന്ന് ഞാൻ എണ്ണ ലാഭിക്കുന്നതല്ല, എണ്ണ കുറയ്ക്കുന്നത്.
ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴത്തേനെ കൊളസ്ട്രോളൊക്കെ എണ്ണയൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, എണ്ണയും ഉപ്പും ഒക്കെ പുളിയും അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിപിയും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാം. കണ്ടോ, ആയിട്ടുണ്ട്. അത് എടുത്തില്ല. കണ്ടോ, ഇതുകൊണ്ടും തന്നെ ഞാൻ ഈ പാക്കറ്റ് മേടിക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കുന്നത്, വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ആദ്യം ഒന്ന് തൂക്കത്തേ ഉള്ളൂ. പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് എണ്ണ ശരിക്ക് ഇതിനകത്ത് തേച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ല. പണ്ട് ഞാൻ ട്രെയിനിങ്ങിനായിരിക്കുമ്പോഴേ നോർത്ത് ഇന്ത്യൻ കുട്ടികളുണ്ടായിരുന്നു. നമുക്ക് ഇവിടുത്തെ ട്രെയിനീസ് ഉണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യൻ പിള്ളേരാണത്. അപ്പം അവർ ഒട്ടും എണ്ണ ചേർക്കാറില്ല. പക്ഷെ അതിന് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അവരുണ്ടാക്കുന്ന ചപ്പാത്തിക്ക്. ഇനി ഇതെല്ലാം ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടോ? അപ്പൊ അടിപൊളിയാണോ? ഞാനതിനകത്ത് എഴുതിട്ടിട്ടുണ്ട്. ഏതെന്നറിയോ? പുതിനയില. അപ്പൊ കാപ്പി എങ്ങനെയുണ്ട്? കഴിച്ചു നോക്ക് ഇച്ചിരി, വായിലെടുത്ത് വെച്ച് നോക്കിക്കേ ഇച്ചിരി. എങ്ങനെ ആണോ? ഇത് ഞാൻ ഉരുളക്കിഴങ്ങ് കറി വെച്ചപ്പോഴത്തേ അത് നന്നായിട്ട് പൊടിച്ചാണ് വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കാരണം എനിക്കത് വെച്ചപ്പോഴേ തോന്നിയായിരുന്നു. ഞാൻ കാപ്പി എടുക്കാൻ പോവാണേ. ഉണ്ടാ, ചപ്പാത്തി എടുത്ത് ചൂടോടെ ചപ്പാത്തി കഴിക്കാനാണ് എനിക്ക് എല്ലാതും ചൂടോടെ വേണം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ചോറൊക്കെ വെച്ചാലും ഉച്ചയ്ക്ക് ചോറ് വെച്ചാലും എനിക്ക് ചൂടോട് കഴിക്കണം. നല്ല ഉരുളക്കിഴങ്ങ് കറിയെന്ന് തോന്നുന്നു. അപ്പം പറയുന്നത് നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചിട്ട് അറിയാവേ. ചപ്പാത്തി, ഉരുളക്കിഴങ്ങ് കറി, മുട്ടയും പഴമുണ്ട്. എടുത്തുകൊണ്ട് വരട്ടെ. കണ്ട, ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, ഉരുളക്കിഴങ്ങ് കറി, മുട്ട, പഴം. അടിപൊളിയായിട്ടില്ലേ? ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കഴിക്കാൻ പോട്ടെ. നിങ്ങൾ കഴിച്ചാ? ഓക്കെ, ടാറ്റാ, ബൈ ബൈ. മക്കളുമാരെ, നമുക്ക് അവിടെ ഒരു കാന്താരി നിൽപ്പുണ്ട്. അവിടെ അതിനകത്ത് പോയി കാന്താരി ഒന്നും നോക്കാം. കാന്താരി കണ്ട, ഇത്രയും കാന്താരി കണ്ട, ഇത്രയും കിട്ടി. നമുക്ക് ഇത്രയും മതി നമ്മുടെ ആവശ്യത്തിന്. ഇതൊക്കെ ഇനി ഞാൻ കാന്താരി നാളെ ഞാൻ കാണിച്ചിരുന്നില്ലേ നിങ്ങൾക്ക്. ഇനി ഇതിലൊക്കെ പിടിക്കും എന്ന് തോന്നുന്നു. മഴ പെയ്തല്ലേ ഇത്, അപ്പോൾ ഇതൊക്കെ പിടിച്ചു വരുമെന്നാണ് തോന്നുന്നത്. എനിക്ക് ഇഷ്ടംപോലെ പിടിക്കും. അപ്പം ബാ, കണ്ടോ സ്റ്റാർ ഫ്രൂട്ട് ഞാൻ അരിഞ്ഞു. കണ്ട, ഇനി നമുക്ക് താണ്ടേ ഈ ചില്ല് കുപ്പിയിലിട്ട് വെക്കാം. അതാണ്ട കുപ്പി ഇതല്ലേ. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് ഇതാ കാന്താരി മുളക്. ഇത്ര ഇടത്തില്ലേ, ഇത്ര വെളുത്തുള്ളി, പിന്നെ ഉപ്പ്. ഉണ്ടാ, ഇത് ഇത്രയാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് ഇടാം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പം ഇനി നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് കുപ്പിയിൽ വാരിയിടാം. ഇത് ഞാൻ കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന കുപ്പിയാണേ. വേണം വാരിയിട്ട് കൊടുക്കാം. ഇതാ രണ്ടൊന്ന് മുളകും കൂടെ ഇടാം. ഇനി അതിനകത്തോട്ട്
ഇത്രയും മതി. ഒരുപാട് ഉപ്പ് വാരിയിടുന്നില്ല ഞാൻ കേട്ടോ. മുളക്, വെളുത്തുള്ളി ഇടാൻ മറന്നു അല്ലേ? അത് ഇറങ്ങിക്കോളും നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ. ഇതിങ്ങനെ ഇത് വെള്ളമാകുന്നതല്ലേ, അപ്പം നമുക്ക് പ്രസ് ചെയ്ത് വേണേൽ വെക്കാം കണ്ടോ. പ്രസ് ചെയ്ത് വെക്കാം. കുറച്ചും കൂടെ അതിനകത്തോട്ടിടാം. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പിടാത്തതാണ് ഞാൻ. ഇനി ഇത്രയേ ഉള്ളൂ. എല്ലാം ഞാൻ അതിൽ കൊള്ളിച്ച് കേട്ടോ. ഈ വെളുത്തുള്ളി, മുളകും ഇട്ടൊന്നുകൂടെ മതി. കാന്താരിയുടെ ആ തണ്ടൊന്നും പറിക്കണ്ട, നല്ല ടേസ്റ്റാണ്. ഏറ്റവും മുകളിൽ ഒരിച്ചിരി ഉപ്പും കൂടെ ഇട്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. കണ്ട, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരാഴ്ച ഒരു 4-5 ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച ആവില്ല, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പം ഇതാണ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ, ഇത് നല്ലതാണ് കേട്ടോ. അപ്പം അടിപൊളിയായിട്ടില്ലേ? അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് പിന്നെ ആ ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു കറിയില്ലെങ്കിലും ഒരു കഷ്ണം എടുത്ത് വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ചോറ് കൊണ്ടുവരുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു പീസ് കൊണ്ടുവരും. അപ്പോൾ അന്ന് അവൾ എന്നോട് പറഞ്ഞു തന്നതാണ് ഇതേപോലെ ചെയ്താൽ മതിയെന്ന്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.